ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊടൈക്കനാലിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇത് കോക്കേഴ്സ് വാക്ക്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം പോയത്. കുറച്ച് ദൂരം മുന്നോട്ട് സൈഡിലെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്ഥലം. അടുത്തത് ഒരു ചർച്ചാണ്. ഇവിടെ എല്ലാ റിലീജിയനുള്ള ആളുകൾക്കും കയറാൻ പറ്റും. ഒരു പഴയ ചർച്ചാണ്. ഇത് അപ്പർ ലേക്ക് വ്യൂ. ഇവിടെ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് നമുക്ക് താഴത്തെ ലേക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇത് മൊയിർ പോയിന്റ്. ഇത് സാധാരണ പോലെ മലകളും അതുപോലെ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റാണ്. ഇത് നമ്മുടെ മൊയർ പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടും അതുപോലെ നമുക്ക് വലിഞ്ഞു കയറാൻ പറ്റിയ സ്ഥലമായതുകൊണ്ടും ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. പക്ഷെ നമ്മളിതിൻ്റെ ടോപ്പിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ മൊയർ പോയിന്റും അതുപോലെ അവിടെ വരുന്ന ആളുകളും വണ്ടികളൊക്കെ നമുക്ക് നേരെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് പൈൻ ഫോറസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മിനി പൈൻ ഫോറസ്റ്റിൽ പോയിരുന്നു. പക്ഷേ ഇത് മിനി പൈൻ ഫോറസ്റ്റ് അല്ല, ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പൈൻ ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹോഴ്സ് റൈഡൊക്കെ കണ്ടിട്ട് ഞങ്ങളതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ നമ്മൾ നേരത്തെ പോയ പോലെ നമുക്കിങ്ങനെ ഓടിക്കയറാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. സ്ലോപ്പായിരുന്നു. നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹൈറ്റിലായിരുന്നു. അടുത്തത് മഞ്ഞുമൽ ബോയ്സ് എന്ന ഫിലിമിലൂടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഗുണ കേവിലേക്കാണ്. ഈ ഗുണ കേവ് നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കാണുന്ന കറക്റ്റ് അത് തന്നെയൊന്നുമല്ല. കുറേ കാര്യങ്ങൾ വ്യത്യാസമൊക്കെ ഉണ്ട്. ഫിലിമിൽ കുറേ സെറ്റായിരുന്നു. ഇത് പില്ലർ റോക്കാണ്. അതായത് നമ്മൾ നേരത്തെ പോയ ഗുണ കേവിലുള്ള അവിടുത്തെ പാറകളും അതുപോലെ കുഴികളൊക്കെ ഇവിടെ നിന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആക്ച്വലി ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഫുൾ കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ പില്ലാർ റോക്കൊന്ന് കാണേണ്ട വ്യൂ ആയിരുന്നു ഗുണ കേവിൻ്റെ. പക്ഷേ വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം മുന്നിലാണ് നമ്മൾ കണ്ടത്.
ഫ്രൂട്ട്സും അതുപോലെ ഓയിൽസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. മാത്രമല്ല അതിൻ്റെ അടുത്ത് തന്നെ ടോയ്സും ബാഗൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്ഥലം. ആ ബാക്കിൽ കാണുന്നത് 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മരമാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ വാട്ടർഫോൾസും കണ്ടു. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊടൈക്കനാലിലെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.